ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ബയോളജിയാണ്. മിക്ക PSC എക്സാമിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബയോളജി. നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ബേസ് തൊട്ടിട്ട് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. അതിലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് പരിശീലിക്കാം. ഇന്നത്തെ ക്ലാസ് ബേസായ കോശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം ബയോളജിയുടെ പിതാവ് എല്ലാം നമുക്കറിയാം, ഗ്രീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ്. ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്ക് എന്ന വ്യക്തിയാണ്. ബയോളജിന് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. അതായത് സസ്യങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന പഠനശാഖ അല്ലെങ്കിൽ ശാസ്ത്രശാഖ ബോട്ടണിയും, ജന്തുക്കളെക്കുറിച്ച് മാത്രം പഠിക്കുന്നത് ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജിയുമാണ്. സുവോളജിയുടെ പിതാവും ബയോളജിയുടെ പിതാവും എല്ലാം അരിസ്റ്റോട്ടിലാണ്. ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. ജീവികളെ ശാസ്ത്രീയമായി തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായ പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ഈ പേര് നൽകുമ്പോൾ ദ്വിനാമമാണ് നൽകുക. എക്സാമ്പിൾ ഇപ്പം മാഞ്ചിഫറ ഇൻഡിക്ക, അല്ലെങ്കിൽ നെല്ല്, റൈസം സറ്റൈവ. ലാറ്റിൻ ഭാഷയിലാണ് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാഞ്ചിഫറ ഇൻഡിക്ക എല്ലാം ലാറ്റിൻ ഭാഷയാണ്. ഇതിൽ കുറച്ച് ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും എത്ര ഈസി ആയിട്ടും രസകരമായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ. കോശത്തിനെ കുറിച്ച് പഠിക്കാം. ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാനകരമായ ജീവൽ കണകമായ ഒരു ചെറിയ സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ഇവയെ ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു PSCയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കോശമാണ്. അപ്പോൾ കോശത്തിനെ കുറിച്ച് ഉള്ള പഠനം, കോശത്തിനെ ഇംഗ്ലീഷിൽ പറയാം സെൽ. കോശത്തിനെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. റോബർട്ട് ഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോശങ്ങൾ കണ്ടുപിടിച്ചത്. അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ കോർക്കിനെ നിരീക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കോശങ്ങളെ കണ്ടുപിടിച്ചത്. അപ്പോൾ റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടുപിടിച്ചത്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആയതുകൊണ്ട് സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹൂക്ക് തന്നെയാണ്. പിന്നെ സസ്യങ്ങൾ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തി സ്ലീഡനാണ്. MJ സ്ലീഡനാണ് സസ്യങ്ങൾ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ദെൻ തിയോഡർ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കണ്ടുപിടിച്ചത്. ഷാൻ എന്ന മൂവി അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഒരു സിനിമയാണ്. ആ മൂവി ആലോചിച്ച് നമുക്ക് തിയോഡർ ഷാനിനെ ഓർത്തു വയ്ക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. പിന്നെ സെല്ലിൻ്റെ ഉള്ളിലൊരു മർമ്മമുണ്ട്. അതിൻ്റെ പേര് ന്യൂക്ലിയസ് ആണ്. അതാണ് കോശമർമ്മം. ഇത് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. അതിങ്ങനെ ആലോചിച്ചാൽ മതി. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ച കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന് ബ്രൗൺ നിറമായിരുന്നു. അപ്പോൾ കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ച ന്യൂക്ലിയസിന് ബ്രൗൺ കളറായിരുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയും ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റോബർട്ട് ബ്രൗൺ ആണെന്ന്. അതിനുശേഷം തിയോഡർ ഷാനും സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ്. അതുപോലെ ഷാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. അവർ പറഞ്ഞു എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണെന്ന്. ജീവികളുടെ ഘടനാപരവും ജീവിത ധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നും അവർ പറഞ്ഞു. അപ്പോൾ റുഡോൾഫ് വിർഷോ ഈ കോശ സിദ്ധാന്തത്തെ വിപുലീകരിച്ചു. പുതിയ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ വിർച്വലായിട്ടൊന്നുമില്ല, റിയാലിറ്റിയിൽ എന്ന് പറയുന്നത് പുതിയ കോശങ്ങൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുക എന്ന് റിയാലിറ്റിയിൽ പറഞ്ഞ ആളാണ് വിർച്വലായ റുഡോൾഫ് വിർഷോ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാനുള്ള ഓരോരോ ട്രിക്സാണ് ഇതൊക്കെ. റുഡോൾഫ് വിർഷോയാണ് കോശ സിദ്ധാന്തം റിയാലിറ്റിയിൽ പരിഷ്കരിച്ചത് എന്നോർത്താൽ മതി.
ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റണി വാൻ ല്യൂവൻഹോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. പിന്നെ രണ്ട് കാര്യം കൂടി ആലോചിക്കുക. ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോബുലേറിയ, ഏറ്റവും ചെറിയ ജീവനുള്ള കോശം മൈക്കോപ്ലാസ്മ. ഓക്കെ, ഇനി നമുക്ക് കോശങ്ങൾ എന്താണെന്ന് പഠിച്ചേക്കാം. ആദ്യം ഒരു സസ്യകോശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിതൊരു പഠിക്കുന്നതിനുപരി നമ്മൾ ആ സസ്യകോശത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നത് പോലെ പഠിക്കണം. ഓക്കെ, നമ്മളൊരു സസ്യകോശത്തിൻ്റെ വെളിയിലെ കോശഭിത്തിയിലെത്തി. കോശഭിത്തി എന്ന് പറഞ്ഞാൽ സെൽവാൾ. നമ്മുടെ വീടിന് ചുറ്റും മതിലുള്ള പോലെ തന്നെ സസ്യകോശത്തിൻ്റെ വെളിയിൽ നിർമ്മിച്ചിരിക്കുന്ന മതിലാണ് സെൽവാൾ. ഈ മതിൽ നല്ല കട്ടി ഉറപ്പുള്ളതാണ്. നമ്മളൊരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ പുറന്തോട് തള്ളിയാൽ അത് ഉള്ളിലേക്ക് പോയില്ലല്ലോ, അത് ഭയങ്കര ദൃഢമായിട്ടാണ് നിൽക്കുക. അതുപോലെ തന്നെയാണ് സസ്യകോശത്തിൻ്റെ സെല്ലും ഭയങ്കരമായിട്ട് ദൃഢതയുള്ള സെൽവാളിനാൽ നിർമ്മിതമാണ്. ഇവ ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ എല്ലാ മെറ്റീരിയലും കടത്തിവിടാറില്ല. അവയ്ക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ മാത്രമേ അവ കടത്തിവിടുകയുള്ളൂ. അപ്പോൾ കോശങ്ങളെ പൊതിഞ്ഞു കാണുന്ന കട്ടികൂടിയ എന്നാൽ വഴക്കമുള്ളതുമായ ഒരു ആവരണമാണ് കോശഭിത്തി. കോശത്തിന് സംരക്ഷണവും ഘടനയും നൽകുക എന്നതാണ് കോശഭിത്തിയുടെ പ്രവർത്തനം. ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നതിനാൽ കോശത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വസ്തുക്കളുടെ സഞ്ചാരത്തെ കോശഭിത്തി നിയന്ത്രിക്കുന്നു. സസ്യങ്ങൾ, ബാക്ടീരിയ, ഫംഗസ്, ആൽഗ എന്നിവയുടെ കോശങ്ങളിലാണ് കോശഭിത്തി കൊണ്ടുവരുന്നത്. ജന്തുക്കൾക്കും ഏകകോശ ജീവികൾക്കും കോശഭിത്തിയില്ല. ജന്തുക്കൾ അറിയാലോ, ജന്തുക്കളുടെ നമ്മുടെ സ്കിന്നിൽ നട്ടിയാൽ നമ്മൾ ചെറുതായിട്ട് ഒളിപ്പോകും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ജന്തുക്കൾക്ക് കോശഭിത്തിയില്ല, സസ്യങ്ങൾക്ക് മാത്രമാണ് കോശഭിത്തി ഉള്ളത്. അങ്ങനെ നമ്മൾ കോശഭിത്തിയിൽ നിന്നും കോശസ്തരം, ഒരു സോപ്പ് കുമിള പോലെയുള്ള ഒരു ആവരണത്തിലേക്ക് എത്തിപ്പെട്ടു. അതിൻ്റെ പേരാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പറിൻ. ജീവകോശങ്ങൾക്കുള്ളിലെ എല്ലാ വസ്തുക്കളും ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും വേർതിരിക്കുന്ന ജൈവസ്തരമാണ് കോശസ്തരം അഥവാ പ്ലാസ്മതരം. നമ്മൾ ആ സോപ്പ് കുമിള പോലെയുള്ള സെൽ മെമ്പറിൻ ഇട്ടപ്പോൾ വഴുതി നമ്മൾ ഉള്ളിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ കുറേ ദ്രാവകമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അതിനെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. അതേപോലെ ഈ കോശദ്രവ്യത്തിനുള്ളിൽ കോശദ്രവ്യം ഒഴികെ ബാക്കിയുള്ള ജീവൽ ഘടകങ്ങളെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന്. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് TH ഹക്സ്ലിയാണ്. അതുപോലെ പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ജി. ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതും പ്രോട്ടോപ്ലാസമാണ്. അടുത്തത് കോശസ്തരത്തിൽ നിന്ന് നമ്മൾ വഴുതി ഉള്ളിലേക്ക് ചെന്നത് മൈറ്റോകോൺട്രിയ എന്ന കോശത്തിൻ്റെ പാർട്ടിലേക്കാണ്. ഈ ചുവന്ന കളറുള്ള ചിത്രങ്ങളെല്ലാം നമ്മൾ നോക്കി വയ്ക്കണം. ഇതിൽ നോക്കൂ, ഒരുപാട് മടക്കുകളൊക്കെ ഉണ്ട്. ഈ മടക്കുകളെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കോശദ്രവത്തിൽ നിന്ന് നേരെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് 2 സ്തരങ്ങൾ കടന്ന് മൈറ്റോകോൺട്രിയയുടെ ദ്രാവകമായ മാട്രിക്സിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ നമ്മുടെ ആ മാട്രിക്സിലേക്ക് ഒരുപാട് തള്ളി നിൽക്കുന്ന പാർട്ടുകളെ കണ്ടു. അത് നമുക്ക് ക്രിസ്റ്റയാണെന്ന് മനസ്സിലായി. അവിടെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പെട്ടി പോലെ ATP പറഞ്ഞ ഒരു സാധനം അടുക്കി വെച്ചിരിക്കുന്നു. അത് നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഊർജത്തിൻ്റെ നിർമ്മാണത്തിനും സംഭരണത്തിനും അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികളാണ് ATP എന്ന് പറയുന്നത്. അതിൻ്റെ പേര് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ്. മൈറ്റോകോൺട്രിയ ഊർജത്തിന് വേണ്ടി സഹായിക്കുന്നതിനാൽ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ ചില്ലറക്കാരനല്ല, സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉള്ള വ്യക്തിയാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയ്ക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ റൈബോസോം മൈറ്റോകോൺട്രിയയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആവശ്യമുള്ള പ്രോട്ടീനുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡ എന്ന വ്യക്തിയാണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡയാണ്. ഇതാണ് ബെൻഡ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. അതിനുശേഷം മൈറ്റോകോൺട്രിയ കഴിഞ്ഞ് നമ്മൾ നേരെ അന്തർദ്രവ്യജാലികയിൽ എത്തിപ്പെട്ടു. അന്തർദ്രവ്യജാലിക നോക്കുമ്പോൾ അവിടെ നമ്മളൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ NH പോലെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗമാണ് അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതല്ലാതെ ഇതിൻ്റെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. നമ്മൾ മൈറ്റോകോൺട്രിയ എന്താ പറയുക, കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്ന പോലെ അന്തർദ്രവ്യജാലികയെ പറയുന്ന പേരാണ് കോശത്തിൻ്റെ അസ്ഥികൂടം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്.
രണ്ട് തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഒന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, രണ്ടാമത്തെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസം ഉള്ളതാണ് അവയ്ക്ക് ഈ ഒരു റഫ് ഷേപ്പ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെത്തിയപ്പോൾ മനസ്സിലായി അതൊരു NH പോലെയാണ്. അവിടെ ഒരുപാട് പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജലവും ലവണങ്ങളെല്ലാം പോകുന്ന പാത്താണ് എന്ന് മനസ്സിലായി. അതിൽ സ്മൂത്ത് ഒരു ഭാഗത്ത് നമ്മൾ പോയപ്പോൾ സ്മൂത്തായിട്ട് നമ്മൾ റൈഡിൽ കയറുന്ന പോലെ പോയിരുന്നു. പിന്നീട് പോയ സമയത്ത് നല്ല റഫ് ആൻഡ് ടഫായിട്ടുള്ള റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ റൈബോസം, കോശത്തിലെ പ്രധാന പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസം. അമിനോ ആസിഡിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെയാണ് പ്രോകാരിയോട്ടിക് എന്ന് പറയുക. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ കോശമർമ്മം ഉള്ള അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെയാണ് യൂകാരിയോട്ട് എന്ന് പറയുക. പ്രോകാരിയോട്ടിൽ 70s റൈബോസോമും 50s + 30s പറഞ്ഞാൽ രണ്ട് ചെറിയ ഇത് കൂടിയിട്ടുള്ള ഇതിനെയാണ് 70s റൈബോസോം എന്ന് പറയുക. യൂകാരിയോട്ടിൽ 80s റൈബോസോം, അതായത് 60 + 40 കൂടിയിട്ടുള്ള റൈബോസോമാണ് ഉള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് കാണപ്പെടുന്ന അവയാണ് റൈബോസോം. നമ്മളങ്ങനെ റൈബോസോം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയത് ഫാനത്തിലെത്തി. ഫാനമെല്ലാം സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗമാണ്, ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല. ഫാനത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായി അവിടെയുള്ള ഭയങ്കര നാറ്റം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ സംഭരിക്കുന്ന ഭാഗമാണ് ഫാനം അഥവാ വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്ത് നമ്മൾ കണ്ടു, ഭിത്തി കണ്ട് കോശസ്തരത്തിലെത്തിയപ്പോൾ കോശത്തിന് പൊതിഞ്ഞിട്ടുള്ള ആവരണമാണ് കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ. അതുപോലെ ഫാനം എന്ന ഇതിനെ പൊതിഞ്ഞിട്ട് കിടക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സസ്യകോശത്തിൽ ജലം നിറയ്ക്കുക, ഉള്ളിലുള്ള ആസിഡ് നിലയിലുള്ള pH നിലനിർത്തുക എന്നിവയൊക്കെയാണ് ഫാനത്തിൻ്റെ പ്രധാന പരിപാടികൾ. ഫാനം കാണുന്നത് നമ്മൾ ഫാനത്തിലെത്തിയപ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഫാനത്തിലെത്തിയപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ വിസർജ്യ വസ്തുക്കളും ലവണങ്ങളെല്ലാം ലവണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന്. അത് കഴിഞ്ഞ് ഗോൾഗി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ സഞ്ചിയിലാക്കുന്നവയാണ് ഗോൾഗി കോംപ്ലക്സ്. പിന്നെ അടുത്തത് ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കണങ്ങളാണ് ജൈവകണങ്ങൾ. അവയെ പ്ലാസ്റ്റിഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സസ്യശരീരത്തിൽ മാത്രം കാണപ്പെടുന്ന 3 തരത്തിലുള്ള ജൈവകണങ്ങളുണ്ട്: വർണ്ണകം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകം പറഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റ്, ഈ പഴുത്ത ഇലകൾ, ഫ്രൂട്ട്സ്, അവയ്ക്കെല്ലാം ആ കളർ കൊടുക്കുന്നത് വർണ്ണകമാണ് അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ്. ഹരിതകണം എന്ന് പറയുന്നത് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന ജൈവകണങ്ങളാണ് ഹരിതകണം. ഇവയാണ് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ശ്വേതകണം എന്ന് പറയുന്നത് ആഹാരം സംഭരിക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്നവയാണ് ശ്വേതകണം. വർണ്ണകണങ്ങൾ പൂവ് ഫലങ്ങളിൽ കാണപ്പെടുന്നു. ഹരിതകണങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ശ്വേതകണങ്ങൾ ആഹാരം സംഭരിക്കുന്ന കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസ്. അടുത്തത് കോശമർമ്മം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ശരീരത്തിൽ പോയാൽ ആദ്യം ഒരു സെല്ലുണ്ട്, സെല്ലിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു പാർട്ടാണ് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ എല്ലാം നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് കോശമസ്തിഷ്കമാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുക. വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെയാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുക. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA-യും RNA-യും. DNA-യുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവ പ്രശ്നങ്ങളാണ് DNA-യുടെ ധർമ്മം. RNA-യുടെ ധർമ്മം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നതാണ് RNA-യുടെ ധർമ്മം. ഒരു കോശത്തിനുള്ളിൽ തന്നെ ചില കോശങ്ങളിൽ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ട്. അവയാണ് സീനോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ കോശമർമ്മത്തിനുള്ളിലാണ് വലക്കണ്ണുകൾ പോലെ കെട്ടിക്കിടക്കുന്ന ക്രൊമാറ്റിൻ ജാലികയുള്ളത്. ഈ ന്യൂക്ലിയസിനെ നമ്മൾ അങ്ങനെ നീന്തി അവിടെ എത്തി ന്യൂക്ലിയസിൻ്റെ വെളിയിലെത്തുമ്പോൾ ന്യൂക്ലിയസിനും ഒരു ആവരണമുണ്ട്. അതിനെയാണ് ന്യൂക്ലിയസ് മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം എന്ന് പറയുന്നത്.
മർമ്മസ്ഥലത്തിൽ നമ്മൾ പോയിട്ട് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കിയപ്പോൾ അവ സമ്മതിക്കുന്നില്ല. അപ്പം ന്യൂക്ലിയസ് മെമ്പർ എന്ന് പറഞ്ഞു, എടാ ഇതിലൂടെയല്ല ഈ പോവുക, അവിടെ ന്യൂക്ലിയർ പോർ എന്ന ഒരു സ്ഥലമുണ്ട്, പോർസുകൾ കുറേയുണ്ട്, അതിന് ന്യൂക്ലിയർ പോർ എന്ന് പറയാം, അല്ലെങ്കിൽ മർമ്മരന്ധ്രം എന്ന് പറയും. അതിലൂടെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഉള്ളിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് ന്യൂക്ലിയർ മെമ്പർ നമ്മുടെ ഈ പറഞ്ഞ പ്രകാരം നമ്മളങ്ങനെ മർമ്മരന്ധ്രത്തിൽ കൂടെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും മർമ്മകം പറഞ്ഞ ഒരു ന്യൂക്ലിയോളസ് അഥവാ ന്യൂക്ലിയോളസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു പാർട്ടുണ്ട്. മർമ്മരന്ധ്രത്തിലൂടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ അവിടെ ന്യൂക്ലിയോളസ് എന്ന മർമ്മവും കണ്ടു. നമ്മൾ എത്തിപ്പെട്ട ദ്രാവകത്തിൻ്റെ പേരാണ് ന്യൂക്ലിയോപ്ലാസം. മർമ്മദ്രവ്യത്തിൽ വലക്കണികൾ പോലെ കെട്ടിക്കിടക്കുന്ന ശൃംഖലയാണ് ജാലികയാണ് ക്രോമാറ്റിൻ ജാലിക. ഇവ കോശവിഭജന സമയത്ത് ക്രോമസോമായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ കോശവിഭജനം എന്താണെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള കോശവിഭജനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മൈറ്റോസിസ്, ഊനഭംഗം മിയോസിസ്. ക്രമഭംഗത്തിൽ 2 പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു. അതായത് മാതൃകോശം ഒരു മാതൃകോശം വിഭജിച്ച് 2ആയി തീരുന്ന അവസ്ഥയാണ് ക്രമഭംഗം. പുത്രിക കോശങ്ങളുടെ ക്രോമസോം മാതൃകോശത്തിന് സമമായിരിക്കും. ഇവ നടത്തുന്നത് ശരീരത്തിലെ കേടുപാടുകൾ ക്രമഭംഗം നടത്തുന്നത് ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് ക്രമഭംഗം നടത്തുന്നത്. എന്നാൽ ഊനഭംഗത്തിൽ 4 പുത്രിക കോശങ്ങൾ ഉണ്ടാക്കും. അതായത് മാതൃകോശം ഉപയോഗിച്ച് 4 പുതിയ കോശങ്ങൾ ഉണ്ടാകും. സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഊനഭംഗം നടത്തുന്നത്. പുത്രിക കോശങ്ങളുടെ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായിരിക്കും, മാതൃകോശത്തിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ബീജവും കോശങ്ങളും അണ്ഡകോശങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഊനഭംഗം നടത്തുന്നത്. ഈ ബീജകോശവും അണ്ഡകോശവും സംയോജിക്കുമ്പോൾ പഴയതുപോലെ ക്രോമസോമിൻ്റെ എണ്ണം കറക്റ്റാവും. കോശവിഭജനത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടമാണ് ഇൻ്റർഫേസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം ആദ്യം നടക്കും. അതിനുശേഷം കോശദ്രവ്യ വിഭജനവുമാണ് നടക്കുക. സസ്യകോശങ്ങളിലെ ക്രമഭംഗം നിരീക്ഷിച്ചത് സ്ട്രോസ്ബർഗറാണ്. ന്യൂക്ലിയസ് വിഭജനം കാരിയോകൈനസിസ് എന്ന് പറയും. അല്ലെങ്കിൽ ന്യൂക്ലിയസ് വിഭജനം നടത്തുന്നത് 4 ഘട്ടങ്ങളുണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോഫേസിൽ ഈ ക്രോമാറ്റിൻ ജാലിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലക്കണികൾ പോലെ കിടക്കുന്ന ക്രോമാറ്റിൻ ജാലിക കൂട്ടമായി ചേർന്ന് ക്രോമസോമുകളായി മാറുന്ന ഘട്ടമാണ് പ്രോഫേസ്. ഏറ്റവും നീണ്ട ഘട്ടം എന്നറിയപ്പെടുന്നതും പ്രോഫേസ് ആണ്. അതിനുശേഷം മെറ്റാഫേസ്. ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുന്ന ഘട്ടമാണ് മെറ്റാഫേസ്. പ്രോഫേസിൽ ഇരട്ടിയാവും. അതിനുശേഷം ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കും. അതിനുശേഷം ഈ അനാഫേസിൽ സെൻട്രോളിൻ്റെ ഫൈബേഴ്സ് വെച്ച് ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞിട്ട് പുത്രിക ക്രോമസോമുകളായി മാറുന്ന ഘട്ടമാണ് അനാഫേസ്. ടീലോഫേസിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയായിട്ട് വീണ്ടും വേർപിരിയുന്ന അവസ്ഥ. ടീലോ എന്ന് പറഞ്ഞാൽ പിരിയ എന്നുള്ള അർത്ഥമാണ് ടീലോഫേസ്. അപ്പോൾ നമുക്ക് പ്രോഫേസ്, ഫേസിൻ്റെ ഫസ്റ്റ് ഇത്, ദെൻ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഈ പ്രോഫേസിലും മെറ്റാഫേസിലും അനാഫേസിലും ടീലോഫേസിലും എന്താണ് നടക്കുക എന്നൊക്കെ ക്വസ്റ്റ്യനുകൾ വരാവുന്നതാണ്. അതുപോലെ ജന്തുകോശത്തിൽ സസ്യകോശത്തെ പോലെ കോശഭിത്തിയില്ല, ജൈവകണമില്ല, ഫാനമില്ല. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, ഫാനും കൂടി ഇല്ലാത്ത കോശമാണ് ജന്തുകോശങ്ങൾ. പക്ഷേ സെൻട്രോസോം, ലൈസോസോം എന്നിവ ജന്തുകോശങ്ങൾ മാത്രം കാണപ്പെടുന്നു. സെൻട്രോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് ജന്തുകോശം. ശരീരത്തിൽ മറ്റ് കോശാംഗങ്ങളെ നശിപ്പിക്കുക, അതായത് കോശാംഗങ്ങൾക്ക് കേടുപാട് വരിക അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം താറുമാറാകുക എന്നുള്ള അവസ്ഥയിൽ അവയെ നശിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്നത് ലൈസോസോമാണ്. അപ്രകാരം സ്വന്തം കോശത്തിലെ അംഗങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇവ അന്യവസ്തുക്കൾ, ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ കോശത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ അവ നശിപ്പിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്നത് ലൈസോസോമാണ്. ഇനി നമുക്ക് കുറച്ച് ഡാറ്റാസ് പഠിക്കാം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം രക്താണുക്കളാണ്. അതൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കാലിൻ്റെ അറ്റം തൊട്ടിട്ട് തലയുടെ അറ്റം വരെ രക്തം ഉണ്ടായാൽ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം രക്താണുക്കളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ്. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്യാം. ആദ്യം, കോശം എന്ന് പറയുന്ന ജീവൽ ഘടകത്തിൻ്റെ അടിസ്ഥാന നിർമ്മിത ഘട്ടമാണ്. ജീവൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്നിവയെ വിശേഷിപ്പിക്കാം. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജിയെന്നും റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടുപിടിച്ചത്. അപ്പോൾ സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹൂക്കാണ് എന്ന് പറഞ്ഞു. MG ശ്രീധരൻ സസ്യകോശം. ഷാൻ, അമിതാഭ് ബച്ചൻ അഭിനയിച്ച സിനിമയുടെ പേരാണ് ഷാൻ. ഷാൻ ജന്തുകോശം കണ്ടുപിടിച്ചു. ഇവർ രണ്ടുപേരും സസ്യകോശം ജന്തുകോശം കണ്ടുപിടിച്ചതുകൊണ്ട് കോശ സിദ്ധാന്തം രൂപീകരിച്ചത് തിയോഡർ ഷാനും ഷ്രീഡനും ചേർന്നാണ്. റുഡോൾഫ് വിർച്ച് എന്നുള്ള ശാസ്ത്രജ്ഞൻ ഈ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച് റിയാലിറ്റിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. പുതിയ കോശങ്ങൾ പഴയ കോശങ്ങളിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന റിയാലിറ്റി വിർച്വലായിട്ടുള്ള റുഡോൾഫ് വിർച്ച് പറഞ്ഞു. റോബർട്ട് ബ്രൗൺ കോശമർമ്മം കണ്ടുപിടിച്ചു. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ച കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന് ബ്രൗൺ കളറായിരുന്നു. എന്നാലോചിച്ചാൽ തന്നെ നമുക്കതൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റും. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റണി വാൻ ലീവൻഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോബുലേറിയാണ്. ഏറ്റവും ചെറിയ ജീവനുള്ള കോശം മൈക്കോപ്ലാസ്മയാണ്. റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ കോശത്തെക്കുറിച്ച് വിവരിച്ച ബുക്കാണ് മൈക്രോഗ്രാഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതിന് ഉത്തരം റോബർട്ട് ഹൂക്കാണ്. അങ്ങനെ നമ്മൾ ഇനി നേരെ കോശത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാത്രം നോക്കിയിട്ട് എല്ലാം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കോശത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കോശത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോശത്തിൻ്റെ വെളിയിൽ സെൽ വാൾ എന്ന് പറഞ്ഞ ഒരു ദൃഢതയേറിയ ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ എല്ലാം ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യുന്നു. എല്ലാത്തിനെയും കടത്തിവിടുന്നില്ല, ആവശ്യമുള്ളതിനെ മാത്രം കടത്തിവിടുന്നു. അങ്ങനെ നമ്മൾ കോശഭിത്തിയിലൂടെ കടന്ന് സെൽ വാളിലൂടെ കടന്ന് നമ്മൾ സെൽ മെമ്പറിലേക്ക് എത്തുന്നു, അതായത് കോശസ്തരത്തിലേക്ക് എത്തുന്നു. അതൊരു സോപ്പ് കുമിള പോലെയുള്ള ഒരു ആവരണമാണ്. കോശസ്തരത്തിനുള്ളിൽ കോശദ്രവ്യം, അതായത് ദ്രാവകത്തിലുള്ള കോശത്തിൻ്റെ പാർട്ടാണ് കോശദ്രവ്യം. കോശദ്രവ്യം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലവും ചേർന്നാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവഘടകം എന്ന് പറയുന്നത്. ജീവദ്രവ്യം എന്ന് പറയുന്ന പ്രോട്ടോപ്ലാസം കോശസ്തരത്തിനുള്ളിലുള്ള ബാക്കിയുള്ള എല്ലാ ജീവകണികകളെയും കൂട്ടിയിട്ടുള്ളതാണ് പ്രോട്ടോപ്ലാസം. അങ്ങനെ നമ്മൾ കോശസ്തരത്തിനുള്ളിൽ കടന്ന് കോശദ്രവ്യത്തിലെത്തി. കോശദ്രവ്യത്തിൽ നിന്ന് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് നമുക്കറിയാം, മൈറ്റോകോൺട്രിയ ഇത് അവിടെയുള്ള ഈ ചുവപ്പ് കളർ ഓർത്ത് വയ്ക്കുക. ഇതിൽ 2 സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങൾ തീർന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിൻ്റെ പേര് മാട്രിക്സാണ്. ആ മാട്രിക്സിലേക്ക് ഒരുപാട് മടക്കളും ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ക്രിസ്റ്റയാണ്. അവിടെ നോക്കുമ്പോൾ ഓരോരോ പാക്കറ്റായിട്ട് ATP എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് ബോക്സുകൾ കണ്ടിട്ടുണ്ട്. ആ ബോക്സുകൾ നോക്കിയപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഈ നിലയിലാണ് അതിൽ ഊർജ്ജം സംഭരിച്ചു വയ്ക്കുന്നത്. മൈറ്റോകോൺട്രിയയാണ് കോശത്തിൻ്റെ ഊർജ്ജ നിലയം, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഇത് സംഭരിച്ചു വെച്ചിരിക്കുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന രൂപത്തിലാണ്. സ്വന്തമായി DNA റൈബോസോമും ഉള്ള ജീവൽ ഘടകമാണ്. കോശാംഗങ്ങളാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. കോശത്തിൻ്റെ അസ്ഥികൂടം എന്നറിയപ്പെടുന്നു. അവിടെ ഒരു NH പോലെയാണ്. അങ്ങോട്ടും തലങ്ങും വിലങ്ങും പദാർത്ഥ സംവഹനം നടക്കുന്ന പാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 2 തരത്തിലുണ്ട്. നമ്മൾ ആദ്യം പോയപ്പോൾ സ്മൂത്തായിരുന്ന പാതയായിരുന്നു. പിന്നീട് പോകെ അതിന് ഒരു ഹാർഡ്നെസ് കൈവന്നു. അപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുണ്ട്. എവിടെയാണ് റൈബോസോമുകളാണ് അവിടെയാണ് അന്തർദ്രവ്യജാലികയ്ക്ക് റഫ്നെസ് കൈവരുന്നത്.
പിന്നെ റൈബോസോമാണ് പ്രോട്ടീൻ്റെ നിർമ്മാണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പ്രോകാരിയോട്ടിൽ 70S റൈബോസോമാണ്. 70S റൈബോസോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള 2 മടക്കുകൾ കാണും. 50ഉം 30ഉം ചേർന്നിട്ടുള്ള 70S റൈബോസോം. അതേസമയം യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെയാണ് യൂകാരിയോട്ട് എന്ന് പറയുക. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായി ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോകാരിയോട്ടിക് എന്ന് പറയുക. യൂകാരിയോട്ടിൽ 80S റൈബോസോമാണ്. 60+40 ആണ് അതിൻ്റെ ഇത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് കൂടെ ഒറ്റയ്ക്ക് കാണപ്പെടുന്നവയാണ് കോശ ഘടകങ്ങളാണ് റൈബോസോം. പിന്നെ നമ്മൾ ഫാനത്തിലെത്തി അവിടെ ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിച്ചിരിക്കുന്നു. നമുക്ക് മൂക്ക് പൊത്തിയിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. മൂക്ക് പൊത്തിയിട്ടല്ലാണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്തിലാണ് ഫാനം ആവരണം ചെയ്തിരിക്കുന്നത്. സസ്യകോശങ്ങൾ ജലം നിറയ്ക്കുക, ഉള്ളിലുള്ള ആസിഡ് നിലയുള്ള pH നിലനിർത്തുക എന്നിവയൊക്കെയാണ് ഫാനത്തിൻ്റെ ജോലി. ദെൻ ഗോൾഗി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്ഥാനം തുടങ്ങിയ കോശസ്രവങ്ങളെ സഞ്ചയിലാക്കുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ദെൻ ജൈവകണങ്ങൾ. ഞാൻ പറഞ്ഞിരുന്നു സസ്യകോശങ്ങൾ മാത്രം കാണപ്പെടുന്നവയാണ് ഫാനം അഥവാ ബ്ലാക്ക് ഹോൾ. ജൈവകണങ്ങൾ പ്ലാസ്റ്റിഡ്സ്, കോശഭിത്തി എന്നിവ. ഈ 3ഉം സസ്യ ശരീരത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ജൈവകണങ്ങൾ 3 തരത്തിലുണ്ട്: വർണ്ണകം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം എന്ന് പറഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റ്. വർണ്ണങ്ങൾ കൊടുക്കുക, പൂവിനും ഫലങ്ങൾക്കും എല്ലാം വർണ്ണം കൊടുക്കുന്നവയാണ് വർണ്ണഗണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റുകൾ. ഹരിതകണം എന്ന് പറയുന്നത് ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നവയാണ് ഹരിതകണങ്ങൾ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുകയാണ് ഹരിതകണത്തിൻ്റെ ജോലി. ദെൻ ശ്വേതകണം എന്ന് പറയുന്നത് ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെയും അവിടെ കാണപ്പെടുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന ഗണമാണ് ശ്വേതകണങ്ങൾ. ഇവ ആഹാരം സംഭരിക്കുന്ന കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ദെൻ നമ്മൾ കോശദ്രവ്യം നീന്തി നമ്മൾ കോശമർമ്മത്തിലെത്തുന്ന സമയത്ത് അവിടെ കണ്ടു നമുക്ക് കോശമർമ്മത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. കോശമർമ്മത്തെ ആവീകരണം ചെയ്ത് ഒരു സ്ഥലമുണ്ട്, അതിന് കോശസ്ഥലം അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നു. നമ്മളതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നടക്കാത്തതുകൊണ്ട് മർമ്മസ്ഥലം നമ്മളോട് പറഞ്ഞു അവിടെ കുറച്ച് പോർസുകളുണ്ട്, അതിന് മർമ്മരന്ധ്രം എന്നാ പറയുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുകയുള്ളൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു ദ്രാവകം കണ്ട്, അതിൻ്റെ പേരാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോ പ്ലാസ്മ. അവിടെ അതേപോലെ ന്യൂക്ലിയസിനെ പോലെ വേറൊരു മർമ്മകം എന്ന ഒരു ചെറിയ മർമ്മത്തെ നിയന്ത്രിക്കുന്ന പോലെയുള്ള ഒരു പാർട്ടിനെ കണ്ടു. അതിനെയാണ് ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. ന്യൂക്ലിയസോടുകൂടിയുള്ള കോശങ്ങളെയാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. കോശത്തിൽ 2 തരം ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. DNA ആണ് പാരമ്പര്യ സ്വഭാവത്തിൻ്റെ അടുത്ത കോശങ്ങൾക്ക് കൊടുക്കുന്നത്. പുത്രിക കോശങ്ങൾക്ക് പാരമ്പര്യ സ്വഭാവം പ്രേഷണം ചെയ്യുന്നത് DNA-യുടെ ധർമ്മമാണ്. RNA ആണ് പ്രോട്ടീൻ്റെ. RNA-യുടെ ഇതാണ് മാംസ സംശ്ലേഷണം, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഒരു കോശത്തിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടാകുന്നുണ്ട്. ആ കോശങ്ങളെയാണ് സീനോസൈറ്റുകൾ എന്ന് പറയുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണങ്ങൾ പോലെ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ശൃംഖലയാണ് ക്രോമാറ്റിൻ ജാലിക. ഇവ കോശവിഭജന സമയത്ത് ക്രോമസോമായി മാറുന്നു. കോശവിഭജനം എന്താണെന്ന് നമുക്ക് പഠിക്കാം. കോശം എങ്ങനെ വിഭജിക്കുന്ന വെച്ചാൽ 2 തരത്തിലുള്ള കോശവിഭജനമുണ്ട്: ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം മൈറ്റോസിസ് എന്ന് പറയുന്ന ക്രമഭംഗം സസ്യത്തിൻ്റെ വളർച്ചയ്ക്കും ശരീരങ്ങളുടെ വളർച്ചയ്ക്കും ശരീരത്തിൽ കേടുപാടുകൾ തീർക്കുവാനുമാണ് ക്രമഭംഗം നടത്തുന്നത്. മാതൃകോശം വിഭജിച്ച് 2 പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ക്രമഭംഗം. മാതൃകോശത്തിൻ്റെ സെയിം ക്രോമസോം നമ്പർ ആയിരിക്കും പുത്രിക കോശങ്ങൾക്കും ഉണ്ടാകുക. അതേസമയം ഊനഭംഗം എന്ന് പറയുന്നത് ജീവികളുടെ റീപ്രൊഡക്ഷന് വേണ്ടി നടക്കുന്ന വിഭജനമാണ് ഊനഭംഗം. 4 പുത്രിക കോശങ്ങളാണ് ഊനഭംഗത്തിൽ ഉണ്ടാകുക. പുത്രിക കോശങ്ങളുടെ ക്രോമസോമിൻ്റെ എണ്ണം മാതൃകോശത്തിൻ്റെ എണ്ണത്തിൻ്റെ പകുതിയായിരിക്കും. ബീജകോശങ്ങൾ, അണ്ഡകോശം എന്നിവയൊക്കെ രൂപപ്പെടുന്നത് ഊനഭംഗത്തിലൂടെയാണ്. കോശവിഭജനത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടമാണ് ഇൻ്റർഫേസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ആദ്യം നടക്കുക, അതിനുശേഷം മാത്രമാണ് കോശദ്രവ്യ വിഭജനം നടക്കുക. ജന്തുകോശങ്ങളിൽ ക്രമഭംഗം നിരീക്ഷിച്ചത് ഫ്ലെമിംഗ് എന്ന വ്യക്തിയാണ്. അതേസമയം സസ്യകോശങ്ങളിൽ ക്രമഭംഗം നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ എന്ന വ്യക്തിയാണ്, ശാസ്ത്രജ്ഞനാണ്.
ന്യൂക്ലിയസ് വിഭജനം, അതായത് കാരിയോകൈനസിസ്, അതിന് 4 ഘട്ടമുണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ആദ്യം ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറുന്ന ഘട്ടമാണ് പ്രോഫേസ്. ദെൻ മെറ്റാഫേസ്, ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്ന ഘട്ടമാണ് മെറ്റാഫേസ്. അതിനുശേഷം അനാഫേസ്, ക്രോമസോമിൻ്റെ ക്രോമാറ്റുകൾ വേർപിരിഞ്ഞ് പുത്ര ക്രോമസോമുകളായിട്ട് മാറുന്ന ഘട്ടമാണ് അനാഫേസ്. ദെൻ ടീലോഫേസ്, ക്രോമസോമുകൾ തിരിച്ച് ക്രോമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് അവസാനത്തെ ഘട്ടമാണ് ടീൽ വേർപിരിയ എന്നുള്ള അർത്ഥമാണ് ടീലോഫേസ്. ജന്തുകോശങ്ങൾ ഞാൻ പറഞ്ഞു, കോശഭിത്തി ഉണ്ടാവില്ല, ജൈവകണങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ ഫാനും ഉണ്ടാവില്ല. സെൻട്രോസം, ലൈസോസം എന്നിവ ജന്തുകോശങ്ങൾ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ്. സെൻട്രോസം സെൻട്രോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ്. ലൈസോസോമിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈന്യത്തിൻ്റെ പ്രവർത്തന മാതിരി അനാവശ്യമായി വരുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക. അതുപോലെ കോശത്തിനുള്ളിലെ കേടുപാടായ കോശാംഗങ്ങളെയോ അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ച അല്ലെങ്കിൽ പ്രവർത്തനം താറുമാറായ കോശങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ലൈസോസോമിൻ്റെ പണി. അങ്ങനെ സ്വന്തം കോശാംഗങ്ങളെ നശിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ഓട്ടോഫാഗി എന്ന് പറയുക. എല്ലാവർക്കും പിന്നെ ചില കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണകോശമാണ്. രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് അരുണ രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ്. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ.